സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അമ്പിയാക്കൾ മുഴുവനും ലോകത്ത് പഠിപ്പിച്ചതാണ്. ആ സ്വലാത്തിന് വ്യത്യസ്ത ശൈലിയും രൂപവും ഭാവങ്ങളുമുണ്ട്. വ്യത്യസ്ത സമയങ്ങളിൽ സ്വലാത്ത് പതിവാക്കേണ്ടതുണ്ട്. നിത്യജീവിതത്തിൽ അതിന്റെ ഘട്ടങ്ങൾ വിശദീകരിച്ചപ്പോൾ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബഅദൽ ഫറാഗി മിനൽ വുളൂഇ വൽ ഗുസ്ലി വത്തയമ്മും. നിത്യജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന 3 കാര്യങ്ങളാണ് വുളൂഉം കുളിയും, ചില സന്ദർഭങ്ങളിലൊക്കെ തയമ്മുമും. ഇത് 3ഉം കഴിഞ്ഞ ശേഷം സ്വലാത്ത് ചൊല്ലൽ പ്രത്യേകം സുന്നത്തുണ്ട്. വുളൂഇന്റെ ശേഷവും കുളിയുടെ ശേഷവും ഖിബ്ലയിലേക്ക് തിരിഞ്ഞ് നിന്ന് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീന വജഅൽനി മിനൽ മുതതഹിരീന വജഅൽനി മിൻ ഇബാദിക സ്വാലിഹീൻ സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഉളൂർത്തിനേശൊക്കെ ചിലര് പറയും, ചിലരൊക്കെ പറയും. നമ്മളൊക്കെ പറഞ്ഞോട്ടെ എന്ന് എഴുതിയിട്ട് ഒരു പള്ളി ഉണ്ടാക്കിയാൽ ഉടനെ തന്നെ ആളുകൾ പറയും ഉളൂവിന്റെ ശേഷമുള്ള ദുആ ഇവിടെ കെട്ടി തൂക്കണം. ആർക്കാണ് ദുആ? അത് നമ്മളെ കാലശേഷം വരുന്ന ഏതോ ആളുകൾക്കാണോ? നമുക്കൊക്കെ ചൊല്ലാനുള്ളതാണ്. ആ ദുആക്കെ ചൊല്ലിയിട്ട് കിട്ടുന്ന മഹത്വങ്ങളൊന്നും ചെറുതല്ല. അതുകൊണ്ടൊക്കെയാണ് ആഖിറത്തിൽ ജയിക്കാൻ കഴിയുള്ളൂ. ആളുകളൊക്കെ കണക്കൂട്ടിയിരിക്കുന്ന 5 വക്ത് നിസ്കാരം തന്നെ ധാരാളല്ലേ. 5 വക്ത് നിസ്കാരത്തിന്റെ കഥ പറയാതിരിക്കുക നല്ലത്. രക്ഷപ്പെടാനുള്ള എല്ലാ മാർഗങ്ങളും സ്വീകരിക്കണം ഒരു മുസ്ലിം. പ്രതീക്ഷയ്ക്ക് വേണ്ടി മഹാന്മാര് പഠിപ്പിച്ചെന്ന ഒരു വഴിയും വിടാൻ പാടില്ല. എല്ലാ മാർഗങ്ങളും സ്വീകരിക്കണം. അതിൽപ്പെട്ട ഒന്നാണ് ഈ ദുആ. നമ്മളൊക്കെ ഒന്ന് കുളിച്ചില്ലേ? കുളിന്റെ ശേഷം ആരാ ദുആയിരുന്ന്? നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മളെ പറ്റി, അമേരിക്കയിലുള്ള ആൾക്കാരെ പറ്റി ഇവിടെ പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മളെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കി. എല്ലാവരും കുളിച്ചില്ലേ? അള്ളാഹു തന്ന തൗഫീഖ് കൊണ്ടല്ലേ കുളിച്ചത്. കുളി റൂമിന്റെ ഉള്ളിൽ അറ്റാച്ച്ഡ് ബാത്റൂം ആണെങ്കിൽ അവിടെ പറയാൻ കുറച്ച് പ്രയാസമാണ് ഈ ദിക്റൊക്കെ. പുറത്തിറങ്ങിയാൽ സൗകര്യമുണ്ട്. എല്ലാവരും നല്ല മറയിലല്ലേ കുളിക്കുന്നത്, ഓപ്പൺ ആയിട്ടല്ലല്ലോ. നല്ല മറ സ്വീകരിക്കുന്ന മുണ്ടെടുത്തിട്ട് കുളിക്കണം. കുളിച്ചതിന് ശേഷം പുറത്തിറങ്ങിയിട്ട് ശരീരത്തിൽ നിന്ന് വെള്ളം വറ്റുന്നതിന്റെ മുമ്പ് 2 കൈകളും കണ്ണും മേൽപോട്ടിയർത്തി ഖിബിലാക്ക് തിരിഞ്ഞു നിന്ന് ദ്വാർക്കണം. വുളൂവിന്റെ ശേഷം 3 പ്രാവശ്യം ദ്വാർക്കണം. അതൊക്കെ കഴിഞ്ഞിട്ട് ജമാഅത്തിലേക്ക് പോയാൽ മതി. ജമാഅത്ത് അങ്ങ് തക്ബീർ കെട്ടുമ്പോഴേക്ക് ഒറ്റ ഓട്ടമാണ്. സുബ്ഹാനല്ലാഹ്. ഈ ദിക്റും ദുആയും ഒന്നും വേണ്ട. എല്ലാ വെള്ളവും പള്ളിയുടെ ഉള്ളിലാണ് പോയി ചോരുന്നത്. കാലിൽ നിന്ന് വെള്ളം തുടച്ചു ഒഴിവാക്കാൻ പോലും നേരല്ല. ഉള്ളിൽ എല്ലാ വെള്ളങ്ങളും ചേർന്നിട്ട് പിന്നെ അവിടെ വല്ലാത്തൊരു വാസന വേറെ ഉണ്ടാകും. ധൃതിപ്പെടേണ്ട ആവശ്യമില്ല, സാവകാശം പോയാൽ മതി. ജമാഅത്ത് തീരെ കിട്ടൂല. ഈ ഒരൊറ്റ ജമാഅത്ത് മാത്രമേ ഉള്ളൂ. അത്തഹിയ്യാത്തിലെത്തിയിട്ടുണ്ട്, ഇപ്പൊ സലാം വീട്ടും എന്ന് കണ്ടാൽ വേറെ ജമാഅത്തൊന്നും പ്രതീക്ഷിക്കപ്പെടുന്നില്ലെങ്കിൽ സുന്നത്തുകളിലും തൽക്കാലം നിർത്തിയിട്ട് ഫർളുകളുടെ മേൽ മാത്രം ചുരുക്കൽ സുന്നത്തുണ്ട്. അതേ സമയത്ത് ഇവിടെ തുടങ്ങിയിട്ടേ ഉള്ളൂ നിസ്കാരം. ഈ സുന്നത്തുകളൊക്കെ നിർവഹിച്ച് അങ്ങോട്ട് പോയാൽ മതി. ഇത് ആളുകളോട് വഅദ് പറഞ്ഞു കൊടുത്തില്ലെങ്കിലുള്ള വിഷമം താരങ്ങൾ. ഒരു സ്ഥലത്തും ദുആ നിസ്കാരം അങ്ങോട്ട് ഖദ് ഖാമത്തി സ്വലാ എന്ന് പറഞ്ഞ് നിസ്കാരം തക്ബീർ തുടങ്ങുമ്പോഴേക്ക് നമ്മളെ ഹൗലൻ കരയെന്ന് ഒതുർത്തിങ്ങനെ ദ്വാരക്കാണെങ്കിൽ ആൾക്കാർ തോണ്ടിയിട്ട് പറയും ജമാഅത്ത് തുടങ്ങിയിട്ടുണ്ട്. നമ്മളെക്കാളും കൂടുതൽ വിവരമുള്ള മഹാന്മാരാകുമ്പോൾ അംഗീകരിക്കണല്ലോ എന്ന് പറഞ്ഞാൽ അവര് മനസ്സിലാക്കിയതോടെ തക്ബീർ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ ദുആ ഒന്നും ദ്വാരക്കാൻ പാടില്ല എന്നാ. അപ്പൊ ഒഴിവും കഴിവൊക്കെയുള്ള നേരത്ത് മാത്രം ദ്വാരന്ന് പോയാൽ മതി. വുളൂ ചുരുക്കൽ സുന്നത്തുള്ള സന്ദർഭങ്ങളുണ്ട്. വുളൂ ചുരുക്കൽ നിർബന്ധമായ സന്ദർഭങ്ങളുണ്ട്. പൂർണ്ണമായും സുന്നത്തുകളൊക്കെ എടുത്ത് വുളൂ എടുത്താൽ നിസ്കരിക്കാൻ ടൈം ഉണ്ടാകൂല എന്ന് കണ്ടാൽ വുളൂ നിർബന്ധത്തിൽ മാത്രം ചുരുക്കണം. സുന്നത്തുകളൊന്നും എടുക്കാൻ പാടില്ല. എല്ലാ സുന്നത്തുകൾ എടുത്തു പോകുമ്പോഴേക്ക് നിസ്കാരത്തിന്റെ ടൈം അങ്ങ് പോകും.
എന്ന് കണ്ട നിർബന്ധം മാത്രം എടുക്കണം. സുന്നത്തുകളൊന്നായിട്ട് എടുക്കാനുള്ള വെള്ളമില്ല, ഒരു സ്ഥലത്ത് കുറഞ്ഞ വെള്ളമേ ഉള്ളൂ, എന്നാലും നിർബന്ധം മാത്രം സ്വീകരിച്ചുകൊണ്ട് ഉദു കൊടുക്കണം. അതേ സമയത്ത് ജമാഅത്ത് പ്രതീക്ഷിച്ചുകൊണ്ട് സുന്നത്ത് ഒഴിവാക്കി പോകുന്നത് നിർബന്ധമില്ല, സുന്നത്താണ്. ഇല്ലം യർജ ജമാഅത്തൻ നുഖ്റ, വേറെ ഒരു ജമാഅത്ത് പ്രതീക്ഷിച്ചിട്ടില്ലെങ്കിൽ, ഈ ജമാഅത്ത് കഴിയാറായിട്ടുമുണ്ടെങ്കിലാണ് പറഞ്ഞത്. അത്തഹിയ്യാത്തിൽ നിന്ന് സലാം വീട്ടുന്നതിന് മുമ്പ് തുടർന്ന ജമാഅത്ത് ഇട്ടൂലേ, ഈ സുന്നത്ത് കെടുക്കാലോ. നമ്മൾ വേണ്ടാന്ന് വെച്ചിട്ടാണ്, അല്ലാതെ ഒന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ നിയ്യത്ത് ചെയ്ത് മുന്നോട്ട് പോകണം. വുളൂവിന്റെ ശേഷമുള്ള സ്വലാത്ത് ഇത്ര വലിയ പ്രത്യേകത. കുളിയുടെ ശേഷമുള്ള സ്വലാത്ത്, തയമ്മും ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ശേഷവുമുണ്ട് സ്വലാത്ത്, സുന്നത്തുണ്ട്. നിത്യജീവിതത്തിൽ വരുന്ന വലിയൊരു സംഭവമാണ് സഹോദരങ്ങളെ. ഒരു ദിവസം 5 നേരം വുളു കൊടുക്കുന്നു എന്ന് കരുതിക്കോട്, ചുരുങ്ങിയത് ആ 5 നേരവും ചൊല്ലണ്ടേ സ്വലാത്ത്. വുളുവിന്റെ ശേഷമുള്ള ദുആ കഴിഞ്ഞിട്ട് സ്വലാത്ത് ചൊല്ലണം. ഒരു ദിവസം കേവലം ഒരു പ്രാവശ്യം കുളിക്കുകയാണെങ്കിൽ അവിടെയും ഉണ്ട് സ്വലാത്ത്. ചിലപ്പോഴൊക്കെ 2 or 3 തവണ പലരും കുളിക്കും. എന്നാലും ഈ സ്വലാത്തിൽ സുന്നത്തുണ്ട്. ദിക്റുകൾക്ക് ശേഷം, നിയമമാക്കപ്പെട്ട ദിക്റുകൾക്ക് ശേഷം സ്വലാത്ത് സുന്നത്തുണ്ട്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, ഇദാ ഫറഗ അഹദുക്കും മിൻ തുഹ്രിഹി, നിങ്ങളിൽ ഒരാൾ അവന്റെ ശുചീകരണം കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ ദിക്ർ അങ്ങനെ ചൊല്ലണം. സുമ്മലി സല്ലി അലയ്യ, പിന്നെ എനിക്ക് സ്വലാത്ത് ചൊല്ലണം. അങ്ങനെ ഒരാൾ പറഞ്ഞാൽ ഫുതിഹത് ലഹു അബ്വാബുർ റഹ്മാ, റഹ്മത്തിന്റെ കവാടങ്ങൾ അവന് തുറക്കപ്പെടും. അല്ലാഹുവിന്റെ വിശാലമായ റഹ്മത്ത് അവന് ലഭിക്കും. മറ്റു റിപ്പോർട്ടിൽ റഹ്മത്ത് എന്ന് പറഞ്ഞോട്ട് സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടും. ആ മനുഷ്യൻ സ്വർഗത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന നല്ലൊരു മനുഷ്യനാണ്. എന്നാ സഹോദരങ്ങളെ, ചില ഹദീസിൽ എങ്ങനെ വന്നിട്ടുണ്ട്, വുളൂവിന്റെ ശേഷം സ്വലാത്ത് ചെല്ലാത്ത വുളൂ പൂർണ്ണമല്ല എന്ന് ഹദീസിലുണ്ട്. സ്വലാത്തല്ലാത്ത വുളൂ പൂർണ്ണമല്ല, ആ സ്വലാത്തിൽ പെട്ടല്ലേ. വുളൂവിന്റെ ശേഷം കുളിന്റെ ശേഷം കുളിയും വുളൂ ഒക്കെ പൂർണ്ണമാകണമെങ്കിൽ ഈ ദിക്ർ ചൊല്ലിയിട്ട് സ്വലാത്തല്ലണം, എന്നാലേ അത് പൂർണ്ണ വുളൂ ആകുള്ളൂ. പൂർണ്ണ വുളൂ എടുത്താലേ നിസ്കാരത്തിൽ കുറച്ചെങ്കിലൊക്കെ ഒരു ഖുശൂ കിട്ടുള്ളൂ. വുളൂവിന്റെ കുറവ് നിസ്കാരത്തിലും കുറവാണ്, തർക്കല്ല. വുളൂവിൽ എന്തെങ്കിലുമൊക്കെ കുറവുകളുണ്ടോ, അതേ കുറവ് എവിടെ ഉണ്ടാകും? നിസ്കാരത്തിലും ഉണ്ടാകും. അതുകൊണ്ടാണ് നമ്മൾ നിസ്കാരത്തിലൊക്കെ കുറവ്. അതന്നെ അഊദുല്ല, ബിസ്മിയില്ല, തുടക്കത്തിലുള്ള ദിക്റുമില്ല, ആകെ തുടക്കത്തിലും ഒടുക്കത്തിലുള്ള ദിക്റുള്ളത്. എന്നാ പിന്നെ അതെങ്കിലും ചൊല്ലണ്ടേ. ചില മഹാന്മാര് പഠിപ്പിച്ചത് പ്രകാരം ഓരോ അവയവങ്ങൾക്കും ദിക്റില്ലി ഉളു കൊടുക്കുന്ന ആൾക്കാർ ഉളു ഒന്ന് കൂട്ടി നോക്കി. അങ്ങനെ ഉളു ഉണ്ട്, ഓരോ അവയവങ്ങൾക്കും ദിക്ർ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ പ്രബലമായി പല പണ്ഡിതന്മാരും തുടക്കത്തിലും ഒടുക്കത്തിലുമുള്ള ഉളു ആണ് അവർ കണക്കാക്കിയത്. അപ്പോഴും എല്ലാ അവയവങ്ങൾക്കുമുള്ള നല്ല അർത്ഥവത്തായ ദുആയുണ്ട്. മുഖം കഴുകുമ്പോൾ അല്ലാഹുമ്മ ബയ്യിദ് വജ്ഹി യൗമ തബിയല്ലു വജൂഹുൻ വതസ്വദ്ദു വജൂഹ്. ചില മുഖങ്ങൾ പ്രകാശിക്കുകയും ചില മുഖങ്ങൾ കരിവാളിക്കുകയും ചെയ്യുന്ന ദിവസം എന്റെ മുഖത്തിന് നീ പ്രകാശം തരണേ അല്ലാ. വലത്തെ കൈ കഴുകുമ്പോ അല്ലാഹുമ്മ അഅ്തിനി കിതാബി ബിയമീനി, വലത്തെ കൈയിൽ എന്റെ കിതാബ് നീ ആഖിറത്തിൽ തരണേ അല്ലാ. ഇടത്തെ കൈ കഴുകുമ്പോ അല്ലാഹുമ്മ ലാ തുഅ്തിനി കിതാബി ബിശിമാലി, ഇടത്തെ കൈയിൽ എന്റെ കിതാബ് തരല്ലേ അല്ലാ. കാല് കഴുകുന്ന സമയത്ത് അല്ലാഹുമ്മ സബ്ബിത് ഖദമി അല സിറാത്തി യൗമ തസില്ലു ഫീഹിൽ അഖ്ദാം. എല്ലാ പാദങ്ങളും പതറുന്നൊരു ദിവസമുണ്ട് സിറാത്തിന്റെ മേൽ. അവിടെ എന്റെ പാദങ്ങൾക്ക് നല്ല ഉറപ്പ് നീ തരണം. നല്ല ഉറച്ച വിശ്വാസവും കരുത്തുമുള്ള ആളുകൾക്കല്ലേ വിട്ടുകിടക്കാൻ കഴിയൂ. പല പാദങ്ങളും ഇടറിയിട്ട് തായോട്ട് പതിക്കുമ്പോ എന്റെ കാൽപാദങ്ങൾക്ക് അവിടെ നല്ല സ്ഥിരത തരണം എന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോ, മുഴുവൻ ദുആകളും നമ്മൾ ദുആർക്കുന്നില്ലെങ്കിൽ തുടക്കത്തിലും ഒടുക്കത്തിലും വുളു എടുത്ത വുളു ആണ് കാമിലായ വുളു. ഒരാൾ വുളു എടുക്കുന്നു, മറ്റൊരാളെ വുളു ശ്രദ്ധിക്കുമ്പോ അയാളെ വുളുവും ഇയാളെ വുളുവും തമ്മിൽ മാറ്റമുണ്ടോ? ഉണ്ട്. ഓരോ സംഗതിയും 3 പ്രാവശ്യം ചെയ്യുന്നവരെ വുളുവിൽ തന്നെ മാറ്റമുണ്ട്.
ചിലരൊക്കെ 3 പ്രാവശ്യം ചെയ്യുന്നത് 1 പ്രാവശ്യം മാത്രമേ ആകുന്നുള്ളൂ. ഒന്നാമത്തെ പ്രാവശ്യം ചെയ്യുമ്പോ ഫർളിന്റെ ഭാഗങ്ങൾ മുഴുവനും കംപ്ലീറ്റ് ആക്കിയെങ്കിലേ സഹോദരങ്ങളെ രണ്ടാമത്തെ തവണ ചെയ്യുന്നത് സുന്നത്തായി കൂട്ടൂ. അപ്പോഴേ മൂന്നാമത്തെ തവണയും സുന്നത്തായി കൂട്ടൂ. ഞാൻ ഇങ്ങനെ കൈ കഴുകുമ്പോ ഒന്നാമത്തെ തവണ എന്റെ കഴുകുന്ന ഭാഗങ്ങൾ ചിലത് വിട്ടുപോയി. എന്നാ രണ്ടാമത്തെ തവണ കഴുകിയപ്പോഴാണിത് പൂർത്തിയായത് എന്ന് കൂട്ടിക്കോളൂ. രണ്ടാമത്തെ തവണ കഴുകിയപ്പോഴാണ് പൂർത്തിയായത്. ഇപ്പോഴേ ഫർള് വീടിയിട്ടുള്ളൂ. ഇനി മൂന്നാമത് ഞാനങ്ങനെ കഴുകുമ്പോ എനിക്കാകെ 2 പ്രാവശ്യമേ കിട്ടിയിട്ടുള്ളൂ. 3 പ്രാവശ്യം എനിക്ക് കിട്ടിയിട്ടില്ല. കാരണം രണ്ടാമത്തെ പ്രാവശ്യം എന്ന് കണക്കാക്കുന്നത് ഫർളായ മഹല്ല് കഴുകി പൂർത്തിയാക്കിയ ശേഷമാണ്. ചിലര് 3 പ്രാവശ്യം മുഖം കഴുകുമ്പോഴാണ് അവരെ ഫർള് തന്നെ വീടുന്നത്. പിന്നെ അവർക്ക് സുന്നത്ത് വിടുന്നാണ്. ചിലര് ഒരു കോപ്പ വെള്ളം എടുത്തിട്ട് കാലങ്ങനെ കഴുകുന്നു. 3 പ്രാവശ്യം കഴുകുന്നു. 1 പ്രാവശ്യം കഴുകുമ്പോ 1 ഭാഗം നനഞ്ഞു, മറ്റേ പ്രാവശ്യം കഴുകുമ്പോ മറ്റേ ഭാഗം നനഞ്ഞു, 3-ാമത്തെ പ്രാവശ്യം കഴുകുമ്പോൾ ഫുള്ള് നനഞ്ഞു. ഇപ്പൊ എന്തേ ആയിട്ടുള്ളൂ? ഫർള് ആയിട്ടുള്ളൂ. സുന്നത്ത് കിട്ടിയില്ല. സുന്നത്ത് കിട്ടണമെങ്കിൽ ഫർള് പൂർത്തിയാണ്ടേ. അങ്ങനല്ലേ മസല. അപ്പൊ ഇതൊക്കെ പൂർണ്ണമാക്കി എടുക്കാൻ പൂർത്തീകരണത്തിനുള്ള നല്ല ഒരു കാര്യമാണ് ഈ ദുആ. കഴിഞ്ഞ ശേഷമുള്ള ദുആ വുളൂ പൂർത്തിയാകാൻ പൂർണ്ണമായി കിട്ടാൻ ശ്രേഷ്ഠമായ ദുആയാണ്. ദ്വാരന്നിട്ടുള്ള ഒരാളെ വുളൂവും ശേഷമുള്ള നിസ്കാരവും ദ്വാരക്കാതുള്ള വുളൂവും നിസ്കാരവും രണ്ടും മാറ്റണ്ട്. മിസ്വാക്ക് ചെയ്തിട്ടുള്ള വുളൂവും മിസ്വാക്ക് ചെയ്യാൻ